വളരെ എളുപ്പമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിൻ്റെ ടേസ്റ്റ് വെച്ച് അപാര ടേസ്റ്റാണ് കേട്ടോ. ഇത് പൊറോട്ടയുടെയും ചോറിൻ്റെയൊക്കെ അപ്പം അന്യായ ടേസ്റ്റാണ്. വീഡിയോ കാണുന്നവർ പലരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഇല്ലാത്ത ചെറിയ കഷ്ണമാക്കിയ ബീഫാണ് എടുക്കുന്നത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല തുടങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലോട്ട് ഒഴിച്ചെടുക്കാം. അതിനുശേഷം സവാള ഏകദേശം ഒരു 2 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലോട്ടിട്ട് ഏകദേശം 3 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങളെ ബീഫിൻ്റെ വേവ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ അതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളമായാൽ വെള്ളം കൂടി പോകട്ടോ. ഓൾറെഡി ഒരു വെള്ളം ഉണ്ടാവും വേവിച്ച് വരുമ്പോൾ. ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളെ വേവിച്ചെടുത്ത ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നല്ലപോലെ വെള്ളമുണ്ട്, നമ്മളിനി ഇത് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടോ. നിങ്ങൾക്കിത് പൊറോട്ടയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ പുട്ടിൻ്റെ ഒപ്പോ ഒക്കെ ട്രൈ ചെയ്യാം. സംഭവം അന്യായ ടേസ്റ്റാണ്.